ഹലോ വ്യൂവേഴ്സ്, ഇന്ന് എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഫിഷിൻ്റെ ഐറ്റമാണ് ചെയ്യുന്നത്. അതായത് ഫിഷ് മോളി. അതിന് എടുത്തിരിക്കുന്നത് 500 ഗ്രാം ഫിഷ്. ആദ്യമായി ഈ ഫിഷിനെ ദശക്കട്ടിയുള്ള മീനാണിത്. ദശക്കട്ടിയുള്ള ഏത് മീനും ഇതിനായി ഉപയോഗിക്കാം. ഈ 500 ഗ്രാം ഫിഷിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. 500 ഗ്രാം ദശക്കട്ടിയുള്ള മീൻ, സോൾട്ട് 1 ടീസ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ, വേപ്പില കുറച്ച്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഇത്രയും ചേർത്ത് ഈ മീൻ പുരട്ടി വെക്കണം. ആ പ്രോസസ്സാണ് ആദ്യം ചെയ്യേണ്ടത്. ഉപ്പ് 1 ടീസ്പൂൺ, വെളുത്തുള്ളി 1 ടീസ്പൂൺ, വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് വേപ്പില ചെറുതാക്കി മുറിച്ചത്, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും സാധനങ്ങൾ നന്നായി മിക്സ് ചെയ്ത് ഈ മീനിൽ പുരട്ടി അരമണിക്കൂർ മാറ്റിവെക്കുക. മീൻ കഷ്ണങ്ങളിൽ എല്ലാം നന്നായി ഉപ്പും കുരുമുളക് പൊടിയും വെളുത്തുള്ളിയും ചെറുതാക്കി മുറിച്ചു വെച്ച വേപ്പിലയുമെല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഈ മീൻ കഷ്ണങ്ങൾ നമുക്ക് ഓയിലിൽ വറുത്തെടുക്കുകയാണ്. ഹാഫ് ഫ്രൈ ചെയ്തെടുക്കലാണ് ചെയ്യേണ്ടത്. അതിന് കട്ടിയുള്ള ഒരു പാത്രം ചൂടാകാൻ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഹാഫ് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച്, ഓയിൽ ചൂടായി എന്നാകുമ്പോൾ അതിലേക്ക് മീൻ കഷ്ണങ്ങളിട്ട് ഹാഫ് ഫ്രൈ ചെയ്തെടുക്കുക. മീൻ ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള മീൻ കഷ്ണങ്ങൾ ഓയിലിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റുക. മീൻ കഷ്ണങ്ങൾ പകുതി വേവായത് നാം ഇതിൽ നിന്നും മാറ്റിയെടുത്തു. ബാക്കി വന്ന ഓയിലിലേക്ക് കുറച്ച് ഐറ്റംസ് വഴറ്റി ചേർക്കേണ്ടതുണ്ട്. ഇനി ആ പ്രോസസ്സാണ് ചെയ്യുന്നത്. അഞ്ച് പച്ചമുളക് നീളത്തിലരിഞ്ഞത് അതിലേക്ക് ഇടുക. എട്ടല്ലി വെളുത്തുള്ളി വട്ടത്തിൽ മുറിച്ചത് എണ്ണയിലേക്കിട്ട് വഴറ്റുക. ശേഷം അതിലേക്ക് 2 സബോള നീളത്തിൽ മുറിച്ചത്,
കുറച്ച് വേപ്പില. ഇതെല്ലാം ഒന്ന് നന്നായി വഴന്നു വരിക. സബോള ഇത്രയും വഴന്നു എന്നാകുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ മുറിച്ചത് ചേർക്കുക. അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും മൂത്തു എന്നാകുമ്പോൾ അതിലേക്ക് ഒരു നാളികേരം ചിരവി പിഴിഞ്ഞെടുത്തതാണ്. 1-ാം പാൽ 1 കപ്പും 2-ാം പാൽ 1.5 കപ്പും. ഇതിൽ സബോള വഴന്ന് തക്കാളിയും പച്ചമുളകുമായി ചേർന്ന് ഇത്രയും ഈ പരുവമാകുമ്പോൾ അതിലേക്ക് 2-ാം പാൽ 1.5 കപ്പ് ഒഴിക്കുക. നന്നായി ഇളക്കി ഒന്ന് തിളച്ചു വരുമ്പോൾ ഹാഫ് ഫ്രൈ ചെയ്ത മീനിൻ്റെ കഷ്ണങ്ങൾ ഇടേണ്ടതാണ്. രണ്ടാം പാൽ തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് ഹാഫ് ഫ്രൈ ചെയ്ത മീൻ കഷ്ണങ്ങൾ ഇടുക. കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി വിതറുക. നാളികേരപ്പാലിൽ ഉപ്പില്ലാത്തത് കൊണ്ടാണ് കാൽ ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർത്തത്. ഇനി ഈ പരുവമായ മീനിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള 1-ാം പാൽ നാളികേരപ്പാൽ 1 കപ്പ് ചേർക്കുക. കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി കുറച്ചുകൂടി മഞ്ഞ നിറം ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ചേർക്കാം. ഞാനിതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. അങ്ങനെ ഫിഷ് മോളി തയ്യാറായി കഴിഞ്ഞു. അത് ഒരു സെർവിങ് ബൗളിലേക്ക് പകർത്താം. വളരെ സ്വാദിഷ്ടമായ ഈ ഫിഷ് മോളി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമല്ലോ.